ഗാന്ധി സെൻറ്റർ ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് യൂട്യൂബ് ചാനലായ സ്വദേശി GCRD ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം അത്തരം സാധനങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിനുണ്ടാകുന്ന പോരായ്മകളെ എങ്ങനെ പരിഹരിക്കുക, അതെങ്ങനെ വളരെ രുചികരമായിട്ടുള്ള സാധനങ്ങളായിട്ട് ഉണ്ടാക്കാം എന്ന സ്വദേശിയുടെ യൂട്യൂബ് പരമ്പരയിലെ വീഡിയോ പരമ്പരയിലെ സ്വദേശി ടിപ്സ് എന്ന ഈ പരിപാടിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് മസാല നാരങ്ങ വെള്ളം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നത് പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. മധുരം ചേർത്ത്, പഞ്ചസാര ചേർത്ത്, അല്ലെങ്കിൽ ശർക്കര ചേർത്ത് നാരങ്ങ വെള്ളം ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ ഉപ്പ് ചേർത്ത് നാരങ്ങ വെള്ളം ഉണ്ടാക്കാറുണ്ട്. അതിലൊരു പടി കൂടി കടന്ന് ഉപ്പ് ചേർത്തുണ്ടാക്കുന്ന നാരങ്ങ വെള്ളത്തിൽ മസാല രുചി കിട്ടുന്നതിന് വേണ്ടി, അതിനെ കൂടുതൽ രുചികരമാക്കുന്നതിന് വേണ്ടി നമ്മൾ മസാല സാധനങ്ങൾ കൂടി ചേർത്ത് നാരങ്ങ വെള്ളം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന നാരങ്ങ വെള്ളത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഇന്ന് ക്ഷണിക്കുന്നത്. ഇത്തരത്തിലുണ്ടാക്കുന്ന നാരങ്ങ വെള്ളം, നമുക്കറിയാം, നാരങ്ങ വെള്ളം ഉണ്ടാക്കി മധുരം ചേർത്ത് നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നതിന് പ്രമേഹമുള്ള ആൾക്കാർ കുടിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, അതൊരു വിമിഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. നാരങ്ങ വെള്ളം എല്ലാവർക്കും രുചികരമായ പാനീയമാണ്. മറ്റ് സ്ക്വാഷ് പാനീയങ്ങളെക്കാളെല്ലാം കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന നാരങ്ങ വെള്ളമാണ്. ഞാൻ കഴിഞ്ഞ 2 വീഡിയോകളിൽ എങ്ങനെയാണ് നാരങ്ങയുടെ തൊലിയിലെ ചൊന വരാതെ നാരങ്ങാനീര് എങ്ങനെയാണ് പിഴിയേണ്ടത് എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ രുചികരമായ നാരങ്ങ വെള്ളം എങ്ങനെയാണ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് എന്നുള്ള വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ പറഞ്ഞ കാര്യങ്ങളിലേക്കൊന്നും ഞാനിവിടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പറയുന്നില്ല. നാരങ്ങ വെള്ളം എങ്ങനെയാണ് പിഴിയേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചും രുചികരമായ നാരങ്ങ വെള്ളം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും നിങ്ങൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോകളിലേക്ക് നിങ്ങളൊന്ന് പോയിക്കൊള്ളുക. ഇന്ന് ഞാൻ പൂർണ്ണമായിട്ട് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത് മസാല നാരങ്ങ വെള്ളം എങ്ങനെയാണ് ഉണ്ടാക്കാൻ സാധിക്കുന്നതെന്നുള്ള. നമ്മൾ സാധാരണഗതിയിൽ പ്രമേഹമുള്ള ആൾക്കാർക്ക് ഉപ്പ് ചേർത്ത നാരങ്ങ വെള്ളമാണ് കുടിക്കുന്നതിന് വേണ്ടി കൊടുക്കാറുള്ളത്, അല്ലെ ഉണ്ടാക്കാറുള്ളത്. അത്തരത്തിലുണ്ടാക്കുന്ന നാരങ്ങ വെള്ളത്തിന് വലിയ രുചിയൊന്നും ഉണ്ടാകില്ല. അതിനെ കൂടുതൽ രുചികരമാക്കുന്നതിന് പ്രമേഹമുള്ള ആൾക്കാർക്ക് സ്വാദിഷ്ടമായ ഒരു പാനീയമായിട്ട് കുടിക്കുന്നതിന് വേണ്ടി ആ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് മസാലയുടെ രുചി കിട്ടുന്ന ചില സാധനങ്ങൾ കൂടി ചേർത്താൽ മതി. അത്തരത്തിൽ നമുക്ക് ചേർക്കാൻ സാധിക്കുന്ന സാധനങ്ങളെല്ലാം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരുന്നു. ഒന്ന്, ഉപ്പ്. നമുക്കറിയാം, ഉപ്പ് നമ്മൾ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്ന, പഞ്ചസാര ഉപയോഗിക്കാൻ പാടില്ലാത്ത, അതിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കെല്ലാം നമ്മൾ ഉപ്പ് ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത്തെ സാധനം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് നാരങ്ങ വെള്ളമായതുകൊണ്ട് ഒരു 3-4 കഷ്ണം ഉള്ളി നമുക്ക് ഉപയോഗിക്കാം, ചെറിയ ഉള്ളി. അടുത്തത് നമുക്ക് അല്പം പുതിനയില ഉപയോഗിക്കാം, മല്ലിയില ഉപയോഗിക്കാം, ഇഞ്ചി ഉപയോഗിക്കാം. ഇത്തരത്തിലുള്ള സാധനങ്ങളാണ് നമുക്ക് മസാല നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്ന സമയത്ത് അതിനെ കൂടുതൽ രുചികരമാക്കുന്നതിന് വേണ്ടി, അതിനെ കൂടുതൽ സ്വാദിഷ്ടമാക്കുന്നതിന് വേണ്ടി, അതിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാനീയമാക്കി മാറ്റുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ അത് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, സ്വാഭാവികമായിട്ടും അതിനല്പം മെഡിസിനൽ എഫക്റ്റ് ഉണ്ടാക്കുന്നതിന് അത് സാധിക്കുന്നുണ്ട്. വയറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് രുചികരമാക്കുന്നു എന്നുള്ളതിലുപരിയായിട്ട് വയറിന് മരുന്ന് സംബന്ധമായിട്ടുള്ള വയറിന് ഗുണകരമാക്കുന്ന സാധനങ്ങളാണ് അതിൻ്റെ അകത്ത് ചേർക്കുന്നത് എന്നുള്ളത് കൊണ്ട് അത് വളരെ സ്വാദിഷ്ടമായിരിക്കുകയും ചെയ്യും. ഈ മരുന്നുകളുടെ ഇലകളൊക്കെ ചേർക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഒരു 2 കഷ്ണം കാന്താരി മുളക് കൂടെ ഉപയോഗിച്ചാൽ, കാന്താരി മുളക് നമുക്കറിയാം നല്ലതാണ്.
സാധാരണ മുളകിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. സാധാരണ മുളക് ചേർക്കുന്ന സമയത്ത് രുചിയെ ആ മുളകിൻ്റെ സൈഡിലേക്ക് വലിച്ചുകൊണ്ട് പോകും. എന്നാൽ കാന്താരി മുളക് അങ്ങനെ ചെയ്യുന്നില്ല. കാന്താരി മുളക് പ്രമേഹമുള്ള ആൾക്കാർക്ക് നല്ലതുമാണ്. അപ്പോൾ ഞാൻ ഇതുണ്ടാക്കുന്നത് നിങ്ങളെ ഒന്ന് പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. ഒന്ന്, നാരങ്ങാവെള്ളം പിഴിയുന്നതാണ്. നാരങ്ങാവെള്ളം പിഴിയുന്നത് ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു. നാരങ്ങാവെള്ളം യാതൊരു കാരണവശാലും നാരങ്ങാ പീച്ചി ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ പിഴിയാൻ പാടില്ല. അത് പിഴിയുന്ന വേറൊരു പ്രത്യേക രീതിയിൽ തന്നെ പിഴിയണം. എങ്കിൽ മാത്രമേ നാരങ്ങയുടെ തൊലിയിലെ ചൊന ഇല്ലാതാകുകയുള്ളൂ എന്ന് പറഞ്ഞു. നാരങ്ങാനീര് പിഴിയുന്നതിന് മുമ്പ് നമ്മൾ പിഴിയുന്ന നാരങ്ങാനീര് അന്തരീക്ഷവായുവായിട്ട് സമ്പർക്കത്തിൽ ഉണ്ടാകുന്ന സമയത്ത് അതിന് നേരിയ ചവർപ്പിൽ നിന്ന് നല്ല ചവർപ്പിൽ നിന്ന് കയ്പിലേക്ക് സമയദൈർഘ്യമനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കുക. അന്തരീക്ഷവായുവായിട്ട് രാസപ്രവർത്തനം നടക്കുന്നുണ്ട് സംഭവിക്കുന്നതാണ്. അതതിൻ്റെ ശാസ്ത്രീയമായ കാര്യമാണ്. ഞാൻ നാരങ്ങാനീര് പിഴിയുന്ന ആദ്യം നിങ്ങളിത് കാണിക്കുക. അല്പം ഉപ്പ്, ഒരു നാരങ്ങയുടെ നീര് പിഴിയുന്ന സമയത്ത് അത് ഉപയോഗിച്ച് നാരങ്ങാവെള്ളം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കൊരു 1 ടീസ്പൂൺ ഉപ്പിൻ്റെ ആവശ്യമുള്ളൂ. 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ അളന്നെടുത്തിരിക്കുന്നതാണ്. ആ 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇടുന്നു, നമ്മുടെ കപ്പിലേക്ക് ഇടുന്നു. 1 ടീസ്പൂൺ ഉപ്പ്. അതിലേക്കാണ് നാരങ്ങ കണ്ടിച്ച് പിഴിയുന്നത്. നാരങ്ങ കണ്ടിച്ച് പിഴിയുന്ന സമയത്ത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നാരങ്ങ യാതൊരു കാരണവശാലും നമ്മുടെ നാരങ്ങ പീച്ചിയിലല്ല ഞാൻ കണ്ടിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ നാരങ്ങ പീച്ചിയിലേക്ക് പിഴിയുന്നില്ല. ഞാൻ നേരെ നാരങ്ങ എടുത്ത് ഇങ്ങനെ കമത്തി പിടിച്ചതിന് ശേഷം നമ്മുടെ പെരുവിരൽ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് നാരങ്ങ നീര് ഇറ്റിറ്റ് വീഴുന്നു. അത് നമ്മുടെ ചൂണ്ടുവിരല് ഇങ്ങനെ പിടിച്ചിട്ട് ചൂണ്ടുവിരല് നമ്മളൊന്ന് ഇട്ട് കറക്കുമ്പോൾ ആ മുഴുവൻ നാരങ്ങ നീരും നമ്മുടെ പാത്രത്തിലേക്ക് വീഴും. യാതൊരു കാരണവശാലും നമ്മുടെ തൊലിയിലെ ചോന ഇതിൻ്റെ അകത്ത് വരികയില്ല. തൊലിയിലെ ചോന വന്നാലാണ് പെട്ടെന്ന് ചവർപ്പുണ്ടാകുന്നത്. അങ്ങനെ വരാതിരിക്കുന്നതിനുള്ള ഒരേ ഒരു മാർഗം ഇത് മാത്രമേ ഉള്ളൂ. ഈ രീതിയിലാണ് നാരങ്ങ നമ്മൾ പിഴിയേണ്ടത്. അല്പം പോലും നാരങ്ങ നീര് തൊലി നിൽക്കുകയില്ല. അതുപോലെ തന്നെ നമുക്ക് ഒരേ സമയത്ത് എത്ര നാരങ്ങ വേണമെങ്കിലും നമുക്ക് തുടർച്ചയായിട്ട് ഇങ്ങനെ പിഴിയാം. നമ്മുടെ കൈവിരലിന് കഴപ്പുണ്ടാകില്ല. അതാണ് ഈ രീതി നാരങ്ങാനീര് പിഴിയുന്നതിന് മറ്റൊരു പ്രത്യേകതയും. ഒരേ സമയത്ത് നമുക്ക് തുടർച്ചയായിട്ട് ഇങ്ങനെ പിഴിഞ്ഞുകൊണ്ടിരിക്കാം. നമ്മുടെ കൈവിരലിന് യാതൊരു കഴപ്പും ഉണ്ടാകാതെ നമുക്ക് പിഴിയാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഒരു 5-6 നാരങ്ങ പിഴിയുന്ന സമയത്ത് നമ്മുടെ കൈവിരലിന് കഴപ്പുണ്ടാക്കുകയും നമുക്ക് പിന്നീട് പിഴിയുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. ഇതാ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടാക്കുന്നില്ല. നാരങ്ങാനീര് പിഴിയുന്നത് ഞാൻ കാണിച്ചു. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിക്കുന്നതാണ്. നമ്മൾ സാധാരണ വെള്ളം തന്നെയാണ് അതിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നത്. ഇപ്പം നാരങ്ങ വെള്ളം ഞാൻ ഒഴിക്കുന്നു. ഒരു 2 ഗ്ലാസ് നാരങ്ങാനീര്, ഒരു നാരങ്ങയുടെ നീരാണ് നമ്മൾ ഒഴിഞ്ഞ് ഒരു 2 ഗ്ലാസ് വരത്തക്ക രീതിയിൽ ഞാൻ നാരങ്ങാനീരിലേക്ക് വെള്ളം ഒഴിച്ചിരിക്കുന്നു. അതിനുശേഷം നമ്മൾ ചേർക്കുന്നത്, ആദ്യമേ തന്നെ നമ്മൾ ഉപ്പ് ചേർത്തു. ഉപ്പ് ആദ്യമേ ചേർക്കേണ്ട സാധനമാണ്. ഉപ്പ് ആദ്യമേ ചേർത്തതിൻ്റെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ നാരങ്ങാനീര് അന്തരീക്ഷ വായുവിൽ തനിയെ നിൽക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ്. തനിയെ നിന്നിട്ടുണ്ടെങ്കിൽ അതിൽ ചവർപ്പുണ്ടാകും. അടുത്ത് നമ്മൾ ചെയ്യുന്ന കാര്യം, ഇതിൻ്റെ അകത്ത് നമ്മുടെ മസാല ഇലകളെല്ലാം കൂടി അരച്ചിരിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു 2 കഷ്ണം ഉള്ളി, അതുപോലെ തന്നെ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞാനതിൻ്റെ അളവൊന്ന് കാണിക്കുകയും ചെയ്യാം. ഞാനത് നന്നായിട്ട് ഫൈനായിട്ട് മിക്സിയിൽ അരയ്ക്കണം. അങ്ങനെ അരച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടിയാണ് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അരിപ്പയിൽ അരിച്ചാൽ മതി. അരിപ്പയിലൊന്ന് അരയ്ക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ എത്ര നന്നായിട്ട് ഈ ഇലകളെല്ലാം കൂടി അരച്ചാൽ പോലും അതിൻ്റെ അകത്ത് നന്നായിട്ട് അരഞ്ഞു വരാത്ത ഭാഗങ്ങളുണ്ടാകും. അത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു നാരങ്ങയുടെ നീര്, അതിൻ്റെ അകത്ത് നമ്മൾ 2-3 കഷ്ണം ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി,
അല്പം പുതിനയില, അല്പം മല്ലിയില, ഒരു 2 കാന്താരി മുളക്. ഇത്രയും സാധനങ്ങളെ നമുക്ക് ആവശ്യമുള്ളൂ മസാല നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നതിന്. ഇത്രയും സാധനങ്ങളെല്ലാം കൂടെ ഒരുമിച്ചിട്ട് നമ്മൾ അരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് മാത്രം കൂടെ ചേർക്കരുത്. ഉപ്പ് നമുക്ക് നാരങ്ങാനീര് പിഴിയുന്ന സമയത്ത് ആവശ്യമുള്ളത് കൊണ്ടാണ് ഉപ്പ് അതിൻ്റെ അകത്ത് ചേർക്കാതിരിക്കുന്നത്. ഇനി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന നാരങ്ങ വെള്ളം നമ്മളൊന്ന് അരിച്ചെടുക്കുന്നു. നമ്മളൊരു അരിപ്പ് ഉപയോഗിച്ച് നമ്മളൊന്ന് അരിച്ചെടുക്കുന്നു. ഇപ്പോൾ കണ്ടോ, കളറിൽ വളരെ മനോഹരമായിട്ടുള്ള ആരെയും ആകർഷിക്കുന്ന കളറിലുള്ള നാരങ്ങ വെള്ളമാണ്. അത് വളരെ രുചികരമാണ്. ഇത് പ്രമേഹമുള്ള ആൾക്കാർക്ക് വെറുതെ ഉപ്പിട്ട് നാരങ്ങ വെള്ളം കുടിക്കുന്നതിന് പകരം അതൊന്ന് രുചികരമാക്കുന്നതിന് വേണ്ടി മസാല സാധനങ്ങളോട് ചേർത്ത് അതിനെ നമ്മളൊന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്കെല്ലാവർക്കും അത് കുടിക്കുന്നതിന് വളരെ ഇഷ്ടപ്പെട്ട പാനീയമായിട്ട് മാറും. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ വരുന്ന വിരുന്നുകാർക്ക്, ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് അവർക്ക് നാരങ്ങ വെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ അവർ സാധാരണ കുടിച്ചിട്ടില്ലാത്ത, അവരിങ്ങനെ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലാത്ത രീതിയിലുള്ള നാരങ്ങ വെള്ളം, വളരെ രുചികരമായിട്ടുള്ള നാരങ്ങ വെള്ളം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. സ്വാഭാവികമായിട്ട് അതെല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് ഒന്ന് ദയവായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ ഒന്ന് അമർത്തുകയും ചെയ്യുക. ഈ വീഡിയോ കേട്ടിരുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു.